വേറെ പെണ്ണിന്റെ പേര് വിളിച്ചിട്ട് എനിക്ക് ഉമ്മ അവളോടെ പോ. I want to check your mobile. അറിയാണ്ട് ഇങ്ങനെ പറയോ? ഹായ് മലയാളീസ്, എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും കീർത്തൂട്ടി എവിടെയെന്ന്. കീർത്തൂട്ടി ഞാൻ എടുത്തിട്ടില്ല. കീർത്തൂട്ടി ഇപ്പോൾ നമ്മുടെ റൂമിലുണ്ട്. ഇത് വേറൊരു റൂമാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ കീർത്തൂട്ടിക്ക് ഒരു ചെറിയ പ്രാങ്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. പ്രാങ്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു വ്ളോഗ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്താ വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് തിങ്സ് എല്ലാം കീർത്തൂട്ടി പറയണം. അവൾക്ക് അറിയണമല്ലോ എൻ്റെ ഫേവറേറ്റ് തിങ്സ് എന്താണെന്ന്. അവളുടെ ഫേവറേറ്റ് തിങ്സ് എന്താണെന്ന് എനിക്കറിയണം. അപ്പോൾ അവൾ എന്നോട് ചോദിക്കും, ഞാൻ അവളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കീർത്തൂട്ടിനെ ഞാൻ വിളിക്കുക, അല്ല ബാവാന്ന് വിളിക്കലുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പെണ്ണിൻ്റെ പേര് വിളിക്കും. കീർത്തൂട്ടിനെ ഞാൻ വേറൊരു പെണ്ണിൻ്റെ പേര് വിളിക്കും. അപ്പോൾ അവളുടെ റിയാക്ഷൻ എന്താണെന്നാണ് ഈ വീഡിയോയിൽ. അപ്പോൾ എനിക്കറിയില്ല, ഇതുവരെ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ കീർത്തൂട്ടിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് എനിക്ക് എന്ത് ചെയ്യും, അവൾ വഴക്കിടുമോ അതോ അവൻ അടിക്കുമോ വിഷമിക്കുമോ ഒന്നും അറിയില്ല. അപ്പോൾ എന്തായാലും കീർത്തൂട്ടിയുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ വീഡിയോ മൊത്തം നോക്കാം. ഇനി ഞാൻ കീർത്തൂട്ടിനോട് വീണ്ടും ഒന്നും കൂടി ഇൻട്രോ എടുക്കുക. അതായത് കീർത്തൂട്ടിക്ക് അറിയില്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി നമ്മൾ ഇൻട്രോ എടുക്കിയിട്ട് നമ്മളെ ഫേവറേറ്റ് കാര്യം പറയുന്ന വ്ളോഗ് തുടങ്ങും. അതിൻ്റെ ഇടയിലായിരിക്കും ഞാൻ പേര് വിളിക്കുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്ത് കാണാം. ഓക്കെ, നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഗുരു കിക്കീസ് എന്റർടൈൻമെന്റ്. ഇന്ന് വന്നിട്ട് നമ്മൾ ദേവേട്ടന്റെ ദേവേട്ടന്റെ ഫേവറേറ്റ് തിങ്സ് ആണ് ചോദിക്കാൻ പോകുന്നുണ്ട്. എന്റെ ഫേവറേറ്റ് തിങ്സ് ദേവേട്ടോടെ ഞാൻ ചോദിക്കും. അതെ, നമ്മള് ഇത്ര വർഷമായില്ല ഒരുമിച്ച്. അപ്പൊ ദേവേട്ടൊക്കെ അറിയുമല്ലേ, ലവ് മാരേജും ആണ്. എല്ലാം ഓർത്ത് വെക്കാനൊന്നും പറ്റില്ലല്ലോ, ലിമിറ്റ് ഇല്ലേ? 3 വർഷമായി കല്യാണം. 3 വർഷമല്ല ഗൈസ്, 4 വർഷമായി ഗൈസ്. ലവ് തുടങ്ങിയിട്ട് നമ്മളിപ്പോ ഒരുമിച്ച് 5 വർഷമായി. 5 വർഷമായി. 2 വർഷത്തെ ലവും 3 വർഷം കല്യാണം കഴിഞ്ഞ ശേഷം 5 വർഷമായി. അപ്പൊ ഞാൻ എന്റെ ഫേവറേറ്റ് തിങ്സ് ഞാൻ ചോദിക്കും. ദേവേട്ട കറക്റ്റ് ആൻസർ പറയണം ഗൈസ്. ഞാൻ ഇവിടെ കറക്റ്റ് ആൻസർ തരും. ഞാൻ ചോദിക്കപ്പോ അപ്പൊ തന്നെ ഞാൻ ഇവിടെ കറക്റ്റ് ആൻസർ തരും. അപ്പൊ ദേവേട്ട അത് പറയണം. അങ്ങനെ ഓക്കെ, ചോദിക്കട്ടെ. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് സോങ്? വിച്ച് ഈസ് മൈ ഫേവറേറ്റ് സോങ്? സ്കിൻ ഹെഡ് അല്ല മറ്റേ ഇത് മൈക്കിൾ ജാക്സന്റെ ഒരു സോങ് ആണ് കീർത്തൂട്ടിക്ക് ഇഷ്ടം. ഞാന് 3 ദിവസമായി ഗൈസ്, അത്രേ ഉള്ളൂ. 3 ദിവസമായി ഞാൻ പറഞ്ഞിട്ട്. അത് മറന്നു. എന്താ അത്? Don't stop till you get enough. ഓ, ഇത്രയും വലിയ നെയിം. വല്ല മലയാളം സോങ് ആണെങ്കിൽ നമുക്ക് ഓർത്ത് വെക്കാം. ഗൈസ്, മൈക്കിൾ ജാക്സന്റെ ഒരു സോങ് ഉണ്ട് ഗൈസ്, അത് എനിക്ക് പ്രാന്തായി കേട്ടിട്ട്. അപ്പൊ ആ സോങ് ആണ്, അത് കീർത്തൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര എന്റെ ഫേവറേറ്റ് സോങ് ആണ്. Don't stop till you get enough. ഇത്ര വലിയ ഇംഗ്ലീഷ് എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ പക്ഷെ പറയണ്ടേ, പാട്ട് ഞാൻ അത്ര അന്ന് ദേവട്ടനെ ഇരുന്നിപ്പിച്ചിട്ട് ഞാൻ ദേവട്ട ഡോണ്ട് സ്റ്റോപ്പ് ടിൽ യു ഗെറ്റ് ഇനഫ്. ദേവട്ട എന്ന് പറ. Which is my favorite food? ദേവട്ടന്റെ ഫേവറേറ്റ് ഫുഡാ മട്ടൻ ബിരിയാണി. എനിക്ക് മട്ടൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അല്ലേ? അത് കാസർഗോഡ് ഒരു ഹോട്ടലുണ്ട്, ബിരിയാണി ഗൈസ്. കാസർഗോഡിലെ ഒരു ഹോട്ടലിൽ നല്ല കിട്ടിലും ബിരിയാണി കിട്ടും. എന്റെ അമ്മേതോ അതും ഇഷ്ടമാണ്. ഞാൻ ചോദിക്കട്ടെ? ചോദിക്കും. ഡു ഐ ലൈക്ക് അറിയില്ല. പെട്ടെന്ന് ചോദിക്ക് വർഷ. ചോദിക്ക്. What did you tell now? പെട്ടെന്ന് ചോദിക്കേ. Which color do I like? Color black. അല്ലേ? Yes. Black. Hug. Black is my emotional color. Okay. No, you ask. Which is my favorite color? എന്റെ ഇഷ്ടപ്പെട്ട കളർ. ദേവട്ട അത് കുറേ കളേഴ്സ് ഉണ്ട്. അതല്ല, എനിക്കൊന്ന് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലൂ.
എപ്പോഴും ബ്ലൂ. ദേവേട്ടന്റെ ഷഡ്ഡി ബ്ലൂ കളറാണ്. ദേവേട്ടന്റെ ഷഡ്ഡി ബ്ലൂ കളറാണ്. അതിപ്പോ ഇത് കണ്ടിട്ടാണ് മനസ്സിലായതായിരിക്കും ചിലപ്പോ. ഇല്ല, ദേവേട്ടക്ക് കളർ ഇഷ്ടം ബ്ലൂ ആണ് ഗൈസ്. അത് ചിലപ്പോ കണ്ടിട്ടായിരിക്കാം. പിന്നെ ഏത് ദേവേട്ട കളർ? ഇത് ഷഡ്ഡി കണ്ടല്ലേ? ദേവേട്ടത് മൈക്ക് വെച്ചില്ല. അച്ഛനല്ല, മൈക്ക് വെക്കാൻ മറന്നു ഫ്രണ്ട്സ്. ചോദിച്ചോ. ദേവേട്ട ചോദിക്കണ്ട, ഞാനല്ല. ഞാനിപ്പോ ചോദിച്ചു എന്റെ ഫേവറേറ്റ് കളർ. വാവ ബ്ലൂ പറഞ്ഞു. ഇനി വാവ ചോദിക്കണം. വാവ മണ്ടനാണോ? വാവല്ലേ ബ്ലൂ പറഞ്ഞോ? അപ്പൊ ക്വസ്റ്റ്യൻ അല്ല, ഇപ്പൊ ആരാ ബ്ലൂ പറഞ്ഞത്? എന്തിനാണ് മണ്ടൻ? മലയാളം കുറച്ചധികം പഠിച്ചു ഗൈസ് ഞാൻ. കൊറേ സമയം എടുക്കുന്നുണ്ട് വർഷ. ബേബി who's വർഷ? വർഷ Am I deaf? Video is recording there. From that time I'm controlling, okay? When did I tell Varsha? Should I show you? No, wait. This is second time you're telling. Ooh. ശരി, ബ്ലോഗ് കണ്ടിന്യൂ ചെയ്യാം. I can't, baby. പിന്നെ ചെയ്യാം, പിന്നെ സംസാരിക്കാം. First you told Varsha, I controlled, okay? Now again you're telling the same. വീഡിയോ എടുക്കുന്ന. Now who is Varsha? വീഡിയോ എടുക്കുന്ന. Now who is Varsha? അറിയില്ല എനിക്ക്. Then why are you calling Varsha? ബൈ മിസ്റ്റേക്ക് ആയിട്ട് വന്നിരിക്കും. Fucking. I don't want. സത്യത്തിൽ എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നിട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. I don't want. തമാശ എടുക്കുവാവേ. വ്ലോഗ് കണ്ടിന്യൂ എന്നിട്ട് വ്ലോഗ് കണ്ടിന്യൂ. I don't want. ഇറ്റ്സ് ഓക്കെ. ഞാൻ ചിലപ്പോൾ ബൈ മിസ്റ്റേക്ക് ആയിട്ട് പറഞ്ഞായിരിക്കാം. ഇപ്പൊ വർഷ യാര്? ഇപ്പൊ who's Varsha na? I want to check your mobile. Now which girl reel are you watching now? ദേവ്, എനിക്കറിയില്ല, സത്യമായിട്ടും അറിയില്ല. ഞാൻ അറിയാണ്ട് പറഞ്ഞായിരിക്കും. വിട്. അറിയാണ്ട് ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും സിനിമയിലും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിലത്തെ ക്യാരക്ടറിന് പേര് വർഷമായിരിക്കും. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ. See, I'm getting so much angry now. സീരിയസ് ആക്കല്ലേ. Baby, now why are you calling Varsha? ഇത് കണ്ടിന്യൂ. No, why are you? This is second time you're telling Varsha. ഇല്ല, ഒറ്റ ടൈം പറഞ്ഞിട്ടില്ലോ. The recording is there. ഓക്കെ, സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. Don't touch me now. കഴിഞ്ഞിട്ട് സംസാരിക്കാം. കം. അല്ല, വിട്. വിട്ടേ. Baby, I can't, babe. വിട്ടേ. No, don't touch me. This is irritating. Touching me. ഒരു പെണ്ണിന്റെ പേരല്ലേ പറഞ്ഞത്. Can I tell any boy name? ശരി, അത് വിട്. Don't touch me. ഇത് You're touching me. It's hurting. ആരാ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ആരാണെന്നറിയില്ല, ചങ്ങലക്കിട്ടിരിക്കുക. ഭ്രാന്താണെന്നാ തോന്നുന്നു. Don't. ഇത് കണ്ടിന്യൂ. Don't touch me. ഓക്കെ, ഇങ്ങോട്ട് വാ. ഇവിടെ ടച്ച് ചെയ്യില്ല. നെക്സ്റ്റ് കളർ പറ. Don't be sad. No, who's that Varsha? How can you remember my name? I tell my full name. കീർത്തന രാജേശ്വരി. ഇത് വിട്ടേ. ഞാൻ അറിയേണ്ട പറഞ്ഞായിരിക്കും. ദിലീപ് സിനിമ നടൻ ദിലീപ്. ശരി, അത് വിട്. ഞാൻ അറിയാണ്ട് പറഞ്ഞേക്കും. Baby, how can you? This is first time. ദേട്ട ഇത്ര ദിവസം വേറെ പെണ്ണ് സംസാരിച്ചിട്ടില്ല, വേറെ പെണ്ണ് നെയിം എടുത്തിട്ടില്ല. ഇപ്പൊ ഇന്ന് എന്റെ പേര് ഇവിടെ എന്തോ കൊണ്ടു. ആവട്ടെ അത്ര വേദനിച്ചു എനിക്ക്.
ഒരു പെണ്ണിന്റെ പേരല്ലേ പറഞ്ഞത് അതിന് ഇത്ര ഒരു പെണ്ണല്ല 2 ടൈം പറഞ്ഞത് ഒരു പെണ്ണ് നെയിം. ഓക്കെ വിട്. ഓക്കെനോ ഇത് കണ്ടിന്യൂ ചെയ്യോ. സ്മൈലേ എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റൂല. സ്മൈൽ ചെയ്താൽ മതി. സ്മൈലേ നോ 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 എനിക്ക് ഇറിറ്റേറ്റ് ആവുന്നുണ്ട് ഇങ്ങനെയുള്ള വേറെ പെണ്ണിന്റെ പേര് വിളിച്ചിട്ട്. എനിക്ക് ഉമ്മ അവളോടെ പോ. കഴിഞ്ഞ എന്ത് കഴിഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞോന്ന് കഴിഞ്ഞെങ്കിൽ ഞമ്മക്കും ചിലത് പറയാനുണ്ട്. എനിക്ക് കേൾക്കണ്ട എന്നാ ചെവി പൊത്തിക്കളാം. വേറെ വേറെ എനിക്ക് ദേഷ്യം പറഞ്ഞിട്ടുണ്ട് പറയാൻ. ശരി വിട്. ഇത്ര ദിവസം വേറെ പെണ്ണിടെ എടുത്തിട്ടില്ല. ഇത്ര സിനിമ കണ്ടിട്ടുണ്ടാവും. ഏത് സിനിമ? നമ്മൾ ഒരുമിച്ചിട്ടല്ലേ നോക്കുള്ളൂ സിനിമ. സീരീസ് ഏത് സീരീസ്? ഓർമ്മയില്ല. അടി കൊടുക്കട്ടെ. Can I slap you? കഷ്ടായല്ലോ ഈശ്വരാ. എന്താ കഷ്ടായി? എനിക്ക് കഷ്ടായി. ഒരു പെണ്ണിന്റെ പേര് പറയാൻ പറ്റൂലേ. നമ്മൾ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. ആ വീഡിയോ മധ്യത്തിൽ വർഷായി. Who is that വർഷ? ശരി വിടുക. ചെക്ക് ചെയ്യാം മൊബൈൽ. ഈ വീഡിയോ ആയിട്ട് ഈ വീഡിയോ പണി കിട്ടിയാ? ഞാൻ മൊബൈൽ ചെക്ക് ചെയ്യണം. ഈശ്വരാ ആരാണ് മെസ്സേജ്? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇറ്റ് വാസ് എ പ്രാങ്ക്. ടെൽ ദിസ് നോ. സത്യമായിട്ട് പ്രാങ്ക് ആയിരുന്നു. സത്യമായിട്ട് ഒരു പ്രാങ്ക് ചെയ്തതാ. അവർക്കറിയാം. ഒന്നുമില്ല. ഞാൻ ആദ്യമേ ഒരു വീഡിയോ കൊടുത്തു. ഓൾറെഡി ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുത്തു. വേറൊരു പെണ്ണിന്റെ പേര് പറഞ്ഞിട്ട് 2 പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ. സത്യം ഞാൻ 2 പ്രാവശ്യം പറഞ്ഞില്ലേ. 2 പ്രാവശ്യം. ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞപ്പോ എന്തോന്നും മിണ്ടാണ്ടിരുന്നേ. ശരി വിട്, നമുക്ക് സംസാരിക്കാം. വീഡിയോ എടുത്ത് സംസാരിക്കാൻ ഞാൻ ചിന്തിച്ചു. പിന്നെ ആദ്യം വർഷ അപ്പോഴേ മൂഡ് കുറച്ച് ഇതായി. ആദ്യത്തെ പ്രാവശ്യം ഞാൻ പേര് പറഞ്ഞപ്പോ ഒന്നും ചെയ്തില്ല. 2ാമത്തെ പ്രാവശ്യം പിന്നെ എന്നിട്ട് ഞാൻ വീണ്ടും പറഞ്ഞത് വർഷാന്ന്. എന്തിനാ അങ്ങനെ പറഞ്ഞു? അതാണ് പ്രാങ്ക് റിയാക്ഷൻ. എങ്ങനെയുണ്ടായിരുന്നു? വൃത്തിയിട്ട പ്രാങ്ക്. ഫസ്റ്റ് പ്രാങ്ക് വൃത്തിയിട്ട പ്രാങ്ക്. പക്ഷെ വേറെ പെണ്ണ പേര് കേൾക്കാനേ എനിക്കത് ഇഷ്ടമില്ലത് കേട്ടോ. ഇതാണ് കീർത്തൂട്ടിന്റെ പൊസസീവ്നെസ് ഫ്രണ്ട്സ്. ഞാൻ വേറെ പെണ്ണിന്റെ അടുത്ത് സംസാരിക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഞാൻ ടോക്സിക് അല്ല ഗൈസ്, എനിക്ക് ഇഷ്ടമില്ല. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഉള്ളിൽ ആ കരച്ചിൽ വരുന്നുണ്ട്. വേണ്ട when you're touching me ആണ് ഏതോ വേറെ ആളെ എന്നെ തൊടുന്നുണ്ട് പോലെ ആയി എനിക്ക്. സത്യം. അപ്പൊ തന്നെ എങ്ങനെയായി? എന്താ ഒരു പെണ്ണിന്റെ പേര് പറയുമ്പോഴേക്ക് പോയി. എനിക്ക് വേറെ ആളെ എന്നെ തൊടുന്നുണ്ട്. ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടായ? നല്ല ഉണ്ടായിരുന്നു. ദേഷ്യം വന്നോ? എനിക്ക് ഉമ്മ കൊടുത്താ? ഐ മീൻ ചോദിക്കുന്നുണ്ടല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു. ഉമ്മ കൊടുത്താ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഓൾറെഡി പറഞ്ഞു ആ റൂമിൽ പോയിട്ട്. ഇന്നലെ എപ്പോ ആയി? നേരത്തെ ഞാൻ ഓൾറെഡി ആ റൂമിൽ പോയിട്ട് ഇൻട്രോ കൊടുത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇത് സെക്കൻഡ് ഇൻട്രോ ആവുക കൊടുത്തത്. പ്രാങ്ക് വർക്കായി ഫ്രണ്ട്സ്. കീർത്തുട്ടിന്റെ ഇതാണ് കീർത്തുട്ടി. ഇതാണ് റിയൽ കീർത്തുട്ടി നിങ്ങളിപ്പോ കണ്ടത്. ഞാൻ ചിന്തിച്ചു, ഞാൻ റെക്കോർഡ് ഓഫ് ആക്കാൻ ഞാൻ ചിന്തിച്ചു. നമ്മൾ ശരിക്കും ഇംഗ്ലീഷ് സംസാരിക്കുക. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ അധികം ഇംഗ്ലീഷ് സംസാരിക്കുക. അതുകൊണ്ടാണ് കീർത്തുട്ടി ഇംഗ്ലീഷാണ് സംസാരിച്ചത്. നമ്മള് വ്ളോഗ് ചെയ്യുന്നോണ്ട് മാത്രമാണ്. അമ്മയുടെ ഒക്കെ കീർത്തുട്ടി മലയാളത്തിലാണ് സംസാരിക്കുക. പക്ഷെ ഈ വ്ളോഗ് ചെയ്യുന്നോണ്ട് മാത്രമാണ് നമ്മൾ ഇംഗ്ലീഷാണ് സംസാരിക്കുക. വ്ളോഗ് ചെയ്യുന്നോണ്ട് മാത്രമാണ് കീർത്തുട്ടി മലയാളത്തിൽ സംസാരിക്കുന്നത്. നോർമലി ഞാൻ കീർത്തുട്ടി മലയാളത്തിൽ തന്നെയാണ്, ഇംഗ്ലീഷ് തന്നെയാണ് സംസാരിക്കുക. ഞാൻ റെക്കോർഡ് ഓഫ് ആക്കാൻ പോയി. അപ്പൊ ദേവേട്ട വേണ്ട വേണ്ട പറഞ്ഞ. ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. എന്റെ ഭർത്താവ് ഗൈസ്. ഓക്കെ, അപ്പൊ ശരി. അപ്പോൾ ഇതായിരുന്നു ഫേവറേറ്റ്. അതൊന്നുമില്ല, അതൊക്കെ വെറുതെ ഞാൻ വെറുതെ വ്ളോഗ് എടുക്കാൻ പറഞ്ഞു. സോ ഞങ്ങളുടെ പ്രാങ്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഞാൻ ചെയ്ത പ്രാങ്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സ് പറയാം.
ഇനിയും ഇതുപോലെ നല്ല വീഡിയോസ് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. Until then, stay strong. Bye. bye.